ഡെവിൽ ലവ് ഭാഗം 22. എന്താടി നിന്റെ മറ്റവൻ വരും കരുതിയാണോ നിനക്ക് ഈ നെഗളിപ്പ്? എന്നാൽ അവൻ വരില്ല. ആർക്കും അത്ര എളുപ്പം നിന്നെ കിട്ടില്ല. അവളിൽ ഭയമുണ്ടെങ്കിലും പുറത്ത് കാണിച്ചില്ല. അവൻ വരും. ഈ ലോകത്ത് എവിടെ നീ എന്നെ ആക്കിയാലും അവൻ വരും, ഇഷാനി ഉറപ്പോടെ പറഞ്ഞു. അവളുടെ വാക്കിലുള്ള ഉറപ്പിൽ രാജീവ് ഒന്ന് പതറി. ഓ, അപ്പോൾ നിനക്ക് അത്രയ്ക്കും ഉറപ്പാണോ? അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ നീ അവൻ്റെ ആരാടി? അവൻ പുച്ഛിച്ചു. അത് അർജുൻ വന്നാൽ നിനക്ക് മനസ്സിലാവും. എന്നെ ഒന്ന് തൊട്ടാൻ നോക്കിയതിനാണ് അവൻ നിന്നെ അന്ന് ആ പരുവമാക്കിയത്. അത് നീ മറക്കണ്ട, ഇഷാനി അവനെ നേരെ ചെറികൊണ്ട് പറഞ്ഞു. മുള്ളിലുണ്ടെങ്കിലും അർജുനെ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അറിയില്ലെങ്കിലും അവൾ പറഞ്ഞു. അവൻ അത് കേട്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. ഇഷാനിയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. പെട്ടെന്ന് രാജൻ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. അവൾ കഴുത്തിൽ പിടിച്ച് ചുമച്ചു അവനെ നോക്കി. അത് കണ്ടതിന് രാജീവ് പുച്ഛിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു, അവളുടെ കൊലയിലേക്ക് അടിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ച് അവനെ നേരെ തിരിച്ചു. അവളുടെ ചുണ്ടിലേക്ക് അവൻ അടുത്തു. അവൾ ഭയന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അവൻ്റെ ശ്വാസം അവളുടെ ചുണ്ടിൽ തട്ടിയതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അടുത്ത നിമിഷം ബലമായി അവൻ അവളുടെ ചുണ്ടിലേക്ക് അടുക്കാൻ കഴിഞ്ഞതും പെട്ടെന്ന് എന്തോ ഡോർ പൊളിച്ച് അവൻ്റെ മുന്നിൽ തെറിച്ചു വീണു. അവൻ നോക്കുമ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തനാണത്. വാതിലേക്ക് നോക്കി അവിടെ 7 ലോകം ഭസ്മമാക്കാനുള്ള അഗ്നിയോടെ അർജുൻ നിൽക്കുന്നത് കണ്ടതും രാജൻ്റെ ഉള്ളു കിടങ്ങി. അവൻ്റെ പുച്ഛം നിറഞ്ഞ മുഖം ഭയത്താൽ വിവരണമായി. ഇഷാനി ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും അവനെ ഗുണ്ടകൾ വളഞ്ഞു. പിന്നെ നിമിഷ നേരം കൊണ്ട് സിനിമ സ്റ്റണ്ട് വരുന്ന പ്രകടനമായിരുന്നു അർജുൻ്റേത്. നിമിഷ നേരം കൊണ്ട് അവരെല്ലാം അടിച്ച് നിരത്തിട്ടു. ഇഷാനി കിണ്ണു വിഴിച്ച് അവനെ നോക്കി. ആ നിമിഷം തന്നെ അവൻ രാജീവിനെ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് കൊണ്ടുവന്നു. നിനക്ക് ഞാൻ ഒരിക്കൽ വാണിംഗ് തന്നതാ, പിന്നെ നീ അത് തന്നെ ആവർത്തിച്ചു. ഇനി നിനക്ക് മാപ്പില്ല, അർജുൻ പറഞ്ഞു. ഇഷാനി പ്ലീസ്, ഞാൻ നിന്നെ ഇനി ഉപദ്രവിക്കില്ല, എന്നെ വെറുതെ വിടാൻ പറ. ഇഷാനി അവനെ നോക്കി പൂസിച്ചു, മുഖം തിരിച്ചു. അവർക്ക് അവനോട് ഒരു തുള്ളി സഹതാപം പോലും തോന്നിയില്ല. അർജുൻ അവൻ്റെ തല നിലത്തടിച്ചു. അവൻ്റെ നെറ്റി പൊട്ടി രക്തം വന്നു. ഇഷാനി കണ്ണ് മുറക്കി അടിച്ചു പിടിച്ചു. അർജുൻ രാജുവിൻ്റെ കൈ പിടിച്ച് ഓടിച്ചു. അർജുൻ അവൻ്റെ കഴുത്തിൽ പിടിച്ച് തിരിച്ചു. കഴുത്തൊഴിഞ്ഞ് രാജീവ് നിലത്തേക്ക് വീണു. ഇഷാനി നീട്ടി അർജുനെ നോക്കി. സർ, ഇയാൾ? അവൾ പേടിയോടെ ചോദിച്ചു. അവിടെ കിടക്കട്ടെ, നീ വാ. അത് പറഞ്ഞ് അർജുൻ ഇഷാനിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവൾ അവനെ ഒന്ന് നോക്കി. ഒപ്പം അവൻ പിടിച്ച അവളുടെ കൈയിലേക്കും. അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. അത് ആളൊഴിഞ്ഞൊരു കാട്ടുപ്രദേശമായിരുന്നു. വാഹനമെത്താൻ പോലും വഴിയില്ലാത്തതിനാൽ അർജുൻ കാർ പ്രധാന റോഡിൽ നിർത്തി നടന്നാണ് ആ വീട്ടിലെത്തിയത്. ഇഷാനി വണ്ടി റോഡിലാണ് നിർത്തിയിരിക്കുന്നത്. തനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അവൻ ചോദിച്ചു. അവൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും ആ കാട്ടിലൂടെ നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ഇഷാനി ക്ഷീണിച്ച് തളരാൻ തുടങ്ങി. അവളുടെ നടത്തത്തിന് പോലും വേഗത കുറഞ്ഞു. സർ, എനിക്ക് കുറച്ച് വെള്ളം വേണം, ക്ഷീണിച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അർജുൻ അവളെ നോക്കി. അവളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ദാഹവും തളർച്ചയും കാരണം അവൾക്ക് ഇനി മുന്നോട്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് എവിടെയോ ഒരു അരുവി ഒഴുകുന്ന സൗണ്ട് കേട്ട് ഇഷാനി വാ, അവിടെ അരുവി ഉണ്ട് തോന്നുന്നു, അർജുൻ ഇഷാനിയോട് പറഞ്ഞു. അവിടെ പോയി വെള്ളം കുടിക്കുക. എനിക്ക് വയ്യ സർ, ക്ഷീണിച്ച ശബ്ദത്തിൽ ഇഷാനി പറഞ്ഞു. ഒരു നിമിഷം അവൻ നോക്കിയെന്ന്, പിന്നെ അവൻ അവളെ കയ്യിൽ പൊക്കിയെടുത്തു മുന്നോട്ട് നടന്നു. അവനെ നോക്കി അവൻ്റെ കയ്യിൽ കിളർന്നു. അവളുടെ കണ്ണ് അവൻ്റെ മുഖത്ത് തന്നെ ആയിരുന്നു. അവൻ്റെ നെഞ്ചിടിപ്പും കരുതലും അവൾക്ക് വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അരുവിക്കരികിലെത്തിയതും അർജുൻ പതിയെ അവളെ താഴെ നിർത്തി. അർജുൻ കണ്ണുകൾ കണ്ട് തന്നെ വെള്ളം കുടിക്കാൻ ആംഗ്യം കാണിച്ചു. ഇഷാനി അരുവിക്കരയിലേക്ക് നടന്നു. കൈക്കൊമ്പലിൽ വെള്ളം കോരിയെടുത്ത് പതിയെ കുടിച്ചു. ആ നിമിഷം മുഴുവൻ അർജുൻ്റെ നോട്ടം അവളിലായിരുന്നു. വെള്ളം കുടിച്ച് തിരിഞ്ഞു നോക്കിയ ഇഷാനി അവൻ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. അവൾ നോക്കുന്നത് ശ്രദ്ധിച്ചതും അർജുൻ പെട്ടെന്ന് നോട്ടം മാറ്റി മറുവശത്തേക്ക് തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇഷാനി ഓടിച്ചെന്ന് പിന്നിൽ നിന്ന് അർജുനെ കെട്ടിപ്പിടിച്ചു. അപ്രതീക്ഷിതമായ പ്രവൃത്തിയിൽ അർജുനൊന്ന് നെട്ടി. അവളെ തിരിഞ്ഞു നോക്കി. അവൻ പതിയെ അവളുടെ കൈകൾ വിടുവിച്ച് അവളെ തൻ്റെ മുന്നിലേക്ക് നിർത്തി. അപ്പോഴാണ് അവൾ കരയുകയാണെന്ന് അവൻ ശ്രദ്ധിച്ചത്. എന്തു പറ്റി ഇഷാനി? ആശങ്ക നിറഞ്ഞ സ്വരത്തിൽ അർജുൻ ചോദിച്ചു. എന്താ ഇഷാനി? അർജുൻ വീണ്ടും ചോദിച്ചു. കണ്ണീർ തുടച്ചു, പക്ഷേ അത് വീണ്ടും വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. സർ, എന്തു പറ്റി? ഐ ലവ് യു സർ, ഇഷാനി പറഞ്ഞു. അവൾ പറഞ്ഞതും അർജുൻ ഞെട്ടി അവളെ നോക്കി. എന്താ? അവൻ ചോദിച്ചു.
അന്ന് സാറിനോട് ഇഷ്ടം ആണ് പറയുമ്പോൾ എനിക്ക് സാറിനെ ഇഷ്ടമായിരുന്നു. അവൾ തല താഴ്ത്തി പറഞ്ഞു. സാറിനെ ആദ്യമായി കാണുന്നത് ആ റോഡിൽ വെച്ചായിരുന്നു. പക്ഷെ അന്ന് കാരണം അറിയാതെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. പിന്നെ സാറിനെ രക്ഷിക്കാൻ നോക്കിയത്. രാജീവ് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒക്കെ എനിക്ക് സാറിനോടുള്ള ഇഷ്ടം കൂടി. ഒരിക്കൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, സാറിനെ ഇഷ്ടമാണോ എന്ന്. പക്ഷേ അല്ല എന്ന് പറഞ്ഞു ഞാൻ. പക്ഷേ എൻ്റെ മനസ്സിന് സാറിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ അത് എന്നെ രക്ഷിച്ചത് കൊണ്ടുള്ള ബഹുമാനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. കാരണം നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, എന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കില്ല സാർ എന്ന് കരുതി. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി എനിക്ക് സാറിനെ ഇഷ്ടമാണെന്ന്. എങ്ങനെയാണെന്നറിയോ സർ, ബിസിനസ് ട്രിപ്പിന് പോയപ്പോൾ എനിക്ക് സാറിനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. സാറിനെ കാണാതെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഓരോ പെണ്ണുങ്ങളും നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നും. എന്നോട് സാർ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടി തോന്നിയത് സാർ അവരൊക്കെ ഉപദ്രവിച്ചു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അടുത്തുള്ള പോലെ ഞാൻ ആരുടെ അടുത്തും സുരക്ഷിതമാവില്ല എന്ന്. നിങ്ങളുടെ ഈ പൊസസീവ്നെസ് ഉള്ള സ്വഭാവമാണ് എനിക്ക് സംരക്ഷണം തീർത്തിരുന്നത് എന്ന് ഇഷാനി കണ്ണ് നിറച്ചവനെ നോക്കി പറഞ്ഞു. ഇതെല്ലാം കേട്ട് അർജുൻ വിശ്വാസം വരാതെ അവളെ നോക്കി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഇഷാനി, അവൻ വിളിച്ചു. അവളുടെ മുഖം പിടിച്ചവനെ നേരെ ഉയർത്തി. അവൻ്റെ കൈ രാജീവ് അടിച്ച ഭാഗത്ത് തട്ടിയതും അവൾ എരിവ് വിളിച്ചു. അവൻ പെട്ടെന്ന് കൈ മാറ്റി. അവളുടെ മുഖത്തെ പാട് കണ്ട് അവൻ്റെ ഉള്ളിൽ നേറി. ഒപ്പം രാജീവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. ഇഷാനി അവനെ മുഖമുയർത്തി നോക്കി. എനിക്കിത് ഇപ്പോൾ പറയാൻ തോന്നി സർ. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ഇപ്പോൾ എനിക്കറിയാം. കുറച്ച് ദിവസമായി സാറിൻ്റെ അവഗണന എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഇതെല്ലാം കേട്ട് അർജുൻ്റെ ഉള്ളിൽ സന്തോഷമല്ല തള്ളി, ഒപ്പം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. താൻ അവളെ സ്നേഹിക്കുന്നത് പോലെ അവളും തന്നെ സ്നേഹിക്കുന്നുണ്ട് അറിഞ്ഞതും അവൻ എന്ത് ചെയ്യണം എന്നറിയാതെയായി. ആനി, അവൻ പ്രണയം കലർന്ന സ്വരത്തിൽ അവളെ വിളിച്ചു. അവൾ നിറക്കണ്ണോടെ അവനെ നോക്കി. സത്യമാണോ ആനി? നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? അതെ, നിങ്ങളെയും നിങ്ങളുടെ സൈക്കോ സ്വഭാവം എല്ലാം എനിക്കിപ്പോൾ ഇഷ്ടമാണ്. നിങ്ങളില്ലാതെ പറ്റില്ല സർ, എനിക്ക് പറ്റില്ല. അത് കേട്ടതും രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളൊന്ന് ഞെട്ടിയെങ്കിലും ചെറിയാകെ അവളും അവനെ തിരികെ പുണർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖം മെല്ലെ അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ പിടിച്ചുയർത്തി അവളുടെ നെറുകിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി. പിന്നെ കണ്ണടച്ചു. അവൻ്റെ ആദ്യ ചുംബനം ഏറ്റുവാങ്ങി. അവൻ അവളെ നോക്കി. കണ്ണടച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മനസ്സിൽ മഞ്ഞു വീണു. പിന്നെ അവൻ്റെ ചൂണ്ട് അടികൊണ്ട് അവളുടെ കവളിൽ പതിഞ്ഞു. മെല്ലെ മൃദുവായി അവളെ വേദനിപ്പിക്കാതെ ചുംബിച്ചു. പക്ഷേ സമയം ഇഷാനിയുള്ളിലൂടെ ഒരു വിറയൽ അനുഭവപ്പെട്ടു. അവളുടെ കൈ യാന്ത്രികമായി അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി. അവൻ ചുവന്നു തൊടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്കാണെങ്കിൽ അവനെ നോക്കാൻ ചമ്മൽ തോന്നി. അവൻ അവൻ്റെ നെഞ്ച് മുഖം ഒളിപ്പിച്ചു. അവളെ ചിരിയോടെ ചേർത്ത് നിർത്തി. പെട്ടെന്ന് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുത്തു നോക്കി. ഗൗതം കോളിംഗ്. അവൻ ഫോൺ എടുത്തു. എടാ, നീ എവിടെയാ? ഞങ്ങൾ സ്പോട്ടിലെത്തി. ഞങ്ങൾ സേഫാണ്. അവനും അവൻ്റെ ആൾക്കാരും ആ വീട്ടിൽ തന്നെയുണ്ട്. ആ കണ്ടു. എടാ പന്നി, എന്താടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? അവൻ ചത്തോ ആവോ? ഒരനക്കമില്ലായിരുന്നു. അവനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കണേ ഞങ്ങൾ. പിന്നെ എൻ്റെ പെണ്ണിനെ തൊട്ടവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? അർജുൻ പല്ല് കടിച്ചു. ഓ, ഞാനൊന്നും പറഞ്ഞില്ല, ഗൗതം പറഞ്ഞു. പിന്നെ ആ കുട്ടിക്ക് കുഴപ്പമില്ലല്ലോ? ഗൗതം ചോദിച്ചു. ഇല്ല, അവൻ പറഞ്ഞു. അർജുൻ ഇഷാനിയുടെ കയ്യിൽ കോരിയെടുത്തു. നടക്കാൻ തുടങ്ങി. സർ, ഞാൻ നടന്നോളാം, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, അവൾ പറഞ്ഞു. വേണ്ട, അവൻ പറഞ്ഞു. പിന്നെ ഇനി ഈ സാറെന്ന് വിളി വേണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്താ വിളിക്കുക? സാർ എന്നല്ലാതെ എന്തും വിളിച്ചോ, തെറിയല്ലാതെ. അപ്പോൾ ഞാൻ സാറിന്ന് തന്നെ വിളിക്കാം, ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. അവൾ അവനക്ക് നല്ലൊരു എലി കൊടുത്തു. അത് കണ്ടതും അവനും ചിരി വന്നു. അവൻ നടന്ന് വണ്ടിയുടെ അടുത്തെത്തി. അവളെ കോ ഡ്രൈവർ സീറ്റിലിരുത്തി. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. വണ്ടി എടുത്തു. ഡ്രൈവ് ചെയ്യുന്ന അർജുനെ ഇഷാനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവനും അവളുടെ നോട്ടം കാണുന്നുണ്ട്. അവൻ അവളെ നോക്കി പുരികം പൊക്കി. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. അവനിൽ നിന്ന് അവൾ മുഖം തിരിച്ചു. അവൻ ചെറിയാതെ അവളുടെ കൈയിലേക്ക് അവൻ്റെ കൈ കൊടുത്തു. അവൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഹോസ്പിറ്റലിലാണ് നിർത്തിയത്. ഇഷാനി അർജുനെ നോക്കി. വാ, അർജുൻ അവളെ വിളിച്ചു. എന്താ ഇവിടെ? ഇഷാനി ചോദിച്ചു.
ഡോക്ടറെ ഒന്ന് കാണാം അവൻ പറഞ്ഞു. അത്രയും പറഞ്ഞ് അർജുൻ കാറിൽ നിന്നിറങ്ങി. ഇഷാനും ഇറവും അവിടെ നിൽക്കുന്ന എല്ലാവരും അർജുനെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഇഷാനിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു. അവൾ ചുറ്റും നോക്കി. എല്ലാവരും അവരെയാണ് നോക്കുന്നത് കണ്ടപ്പോൾ ഇഷാനി അർജുനെ നോക്കി. അവിടെ ഗൗരവമാണ്. തുടരും. പുറത്തുനിന്നുള്ള വോയിസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. പിന്നെ ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഞാൻ അതിന് കുറച്ച് ദിവസം വോയിസ് ഇടാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട് ഫങ്ഷൻ. അപ്പോൾ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ടാണ് എന്താ പറയുക വോയിസ് ഇടാത്തത്. ഒന്നാം തീയതിയാണ് എൻഗേജ്മെൻറ്റ്. പക്ഷേ എന്താ പറയുക കർട്ടൻ ഇടാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് വോയിസ് ഇടാത്തത്.